നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തല MLA-യും കൃഷിമന്ത്രിയുമായ P. പ്രസാദ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് വൻ വിജയമായി. ചേർത്തലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വീടും വീട്ടുപകരണങ്ങളും തകർന്നു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വിളംബര ജാഥ മെയ് 5-ന് തിങ്കളാഴ്ച നടക്കും. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ മെയ് 5-ന് ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. ചേർത്തല MLA-യും കൃഷി വകുപ്പ് മന്ത്രിയുമായ P. പ്രസാദിന്റെ നേതൃത്വത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ കൃഷിമന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രോഗം ഒരു കുറ്റമൊന്നുമല്ല, രോഗം ഒരു കുറ്റമല്ല. അതുകൊണ്ട് അതിനകത്ത് ആ തരത്തിലേക്ക് ഇന്നത്തെ കാലത്ത് 2025 നമുക്ക് ഇടപെടേണ്ടതുണ്ട്. 57 ഇത്രയും മാറുമ്പോഴും കേരളത്തിൽ രോഗത്തിന്റെ പേരിൽ ഒരു കുറ്റമാണോ എന്ന തരത്തിൽ ചിന്തിക്കുന്ന തരത്തിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ മദ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞുപോകുന്നില്ല, വയലാറിന്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട്. 2 കാലിലും മലപോലെ ബന്ധമുള്ള മുന്നോട്ടി വേണം എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ ഡയറക്ടർ പ്രേംകുമാർ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ, പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS ഷാജി, സജിമോൾ ഫ്രാൻസിസ്, V ഉത്തമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. NSS കോർഡിനേറ്റർ PS അജിത് നന്ദിയും സംഘടക സമിതി ജനറൽ കൺവീനറും ചേർത്തല നഗരസഭ വൈസ് ചെയർമാനുമായ TS അജയകുമാർ സ്വാഗതവും പറഞ്ഞു. ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ശിശു ഹൃദ്രോഗ വിഭാഗം, ENT വിഭാഗം, നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം എന്നീ വിഭാഗങ്ങളുടെ സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭ്യമാവുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച വീടും വീട്ടുപകരണങ്ങളും തകർന്നു. ചേർത്തലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച വീട് തകർന്നു. ആർക്കും പരിക്കില്ല. ചേർത്തല കടക്കരപ്പള്ളി പഞ്ചായത്ത് 10ാം വാർഡിൽ ആലുങ്കൽ കണിയാമ്പള്ളി TV ദാസപ്പൻ്റെ വീട്ടിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഞായറാഴ്ച രാവിലെ ഗ്യാസ് കത്തിക്കുന്നതിനിടെ തീ ആളിപ്പടർന്ന സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും പരിക്കില്ല. ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വീടിൻ്റെ ഒരു ഭാഗവും പൂർണ്ണമായും തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊട്ടാരം സർവീസ് സഹകരണ ബാങ്കിലെ മുൻ ജീവനക്കാരനായ ദാസപ്പനും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ വിപണനം പ്രദർശന മേളയുടെ മുന്നോടിയായുള്ള വിളംബര ജാഥ മെയ് 5-ന് സംഘടിപ്പിക്കുന്നു. സർക്കാരിന്റെ വാർഷികം പ്രമാണിച്ച് മെയ് 6 മുതൽ 12 വരെ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി എന്റെ കേരളം എന്ന പേരിൽ പ്രദർശന വിപണന മേളയും മെയ് മാസം 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. അത് ബീച്ചിലാണ് അതിൻ്റെ ഈ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 200ഓളം സ്റ്റാളുകൾ, പ്രത്യേകിച്ചും ശീതീകരിച്ച സ്റ്റാളുകൾ വാണിജ്യ വിപണന പ്രദർശന മേളയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് ഇനങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന
ഒരു പ്രദർശന പരിപാടിയായിരിക്കും അവിടെ നടക്കുന്നതെല്ലാം. സേവന വാണിജ്യ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ഈ പരിപാടി പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുക. സൗജന്യമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം മെയ് മാസം 6-ാം തീയതി 3 മണിക്ക് അവിടെ നടക്കുന്നതാണ്. 6 മുതൽ 12 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വിവിധങ്ങളായ പരിപാടികൾ, കലാപരിപാടികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെടുത്തി സംഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വിളംബര ജാഥ മെയ് 5-ന് തിങ്കളാഴ്ച സംഘടിപ്പിക്കും. വൈകിട്ട് 4:30-ന് കളക്ടറേറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ആലപ്പുഴ ബീച്ചിൽ അവസാനിക്കും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സംഘടിപ്പിക്കുന്ന വിളംബര ജാഥയിൽ ജില്ലയിലെ എംപിമാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ സി ഇബ്രഹാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ, സർക്കാർ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. മെയ് 5-ന് നടക്കുന്ന സെമിനാർ ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിൽ സാധ്യത, അതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അത് ഈ 5-ാം തീയതി മെയ് 5 നമ്മുടെ പാലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെമിനാറാണ്. മറ്റ് വിദഗ്ധരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും അവിടെയുണ്ട്. MLA മാർ, ചിത്രങ്ങൾ സഹാബ്, പിന്നെ H സലാം, എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ മത്സ്യോൽപ്പന്ന കയറ്റുമതി മേഖലയിലുള്ള സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടാവും, കൃഷിക്കാരുണ്ടാവും, കർഷക സംഘങ്ങളും മറ്റ് ഈ ഒരു ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന അനുബന്ധ തൊഴിലാളികൾ അതിൻ്റെ ഫെഡറേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാറാണിത്. അപ്പോൾ ഈ വനാമി, അതായത് വർഷങ്ങളായിട്ട് നമ്മുടെ പാടശേഖരങ്ങൾ, വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങൾ, അതിനെ എടുത്തുകൊണ്ട് പാടശേഖര സമിതിയുടെ അനുമതിയോടുകൂടി കൃഷി നടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുവാനും, അതുകൂടാത്ത സ്ഥലങ്ങളിൽ, അതായത് 10 വർഷമായിട്ട് കൃഷിയില്ലാതെ കിടക്കുന്നു, അത് ചെയ്യുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, പാടശേഖരങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് അവിടെ വനാമി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇന്ന് തൊഴിലാളികളുടെ, കാരണം ഈ കർഷക പാടശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ചുറ്റിനും കിടക്കുന്ന തൊഴിലാളികൾക്ക്, അത് മത്സ്യത്തൊഴിലാളികളാകട്ടെ കർഷക തൊഴിലാളികളാകട്ടെ, അവർ വളരെയധികം പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ മെയ് 5-ന് ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ ജോജോ MLA അധ്യക്ഷയാവും. MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, മുനമ്പി അഡ്വക്കേറ്റ് A മാരിഫ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗവും മത്സ്യ സംസ്കരണ മേഖലയും ഇതുവരെ ഉണ്ടാവാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ചെമ്മീൻ, കണവ തുടങ്ങി കയറ്റുമതി പ്രാധാന്യമുള്ള മത്സ്യസമ്പത്തിൻ്റെ ലഭ്യതക്കുറവും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനാമി ചെമ്മീൻ്റെ കേരളത്തിലേക്കുള്ള വരവ് കുറഞ്ഞതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി മത്സ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 1-ാം സ്ഥാനമുണ്ടായിരുന്ന കേരളം 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മേഖല പ്രദാനം ചെയ്തിരുന്ന തൊഴിലും വരുമാനവും കുത്തനെ ഇടിഞ്ഞു. ആഗോളതാപനത്തിൻ്റെ ഭാഗമായി കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ അശാസ്ത്രീയ മത്സ്യബന്ധന രീതികളും ഇന്ത്യയിലെ കടലിൽ നിന്നും പിടിച്ചെടുക്കുന്ന മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കേരളത്തിലെ കയറ്റുമതി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. വനാമി ചെമ്മീൻ ഉൽപ്പാദനവും മത്സ്യകൃഷിയും നടത്തി ആന്ധ്ര, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഉൽപ്പാദന മാതൃക കേരളം പിന്തുടർന്നാൽ തന്നെ ഈ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. വനാമി ചെമ്മീൻ ഉൽപ്പാദനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് സ്വാഗത സംഘം ചെയർപേഴ്സൺ ദലീമ ജോജോ MLA, മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി U രാജ്മോഹൻ, കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം VJ സാൽവിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. MP കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത MP കൃഷ്ണപിള്ളയുടെയും ഭാര്യ പാറുക്കുട്ടിയമ്മയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു.
MP കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കാർഷിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച MP കൃഷ്ണപിള്ളയുടെയും സഹധർമ്മിണി K പാറുക്കുട്ടിയമ്മയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു. കളയിക്കൽ വടക്കത്തിൽ MP വിഹാറിൽ നടന്ന അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MP കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ചെയർമാൻ MP വിഹാർ അജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ K ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മുൻ ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D ചന്ദ്രശേഖരൻ പിള്ള, റിട്ടയർഡ് ഗ്രാമപഞ്ചായത്ത് വികസന ജോയിന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ N ശ്രീധരക്കുറുപ്പ്, ചെട്ടികുളങ്ങര മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ഭാസ്കരപിള്ള എന്നിവരെ ശോഭാ സുരേന്ദ്രൻ ഷാൾ അണിയിച്ചും പ്രശസ്തിപത്രം നൽകിയും ആദരിച്ചു. പ്രശസ്തിപത്ര വിതരണം ജയചന്ദ്രൻ ചേതന നിർവഹിച്ചു. ചടങ്ങിൽ MP കൃഷ്ണപിള്ള ആൻഡ് K പാറുക്കുട്ടി സേവാശ്രീ പുരസ്കാരം സേവാഭാരതി ചെട്ടികുളങ്ങരയ്ക്ക് നൽകി. ചെട്ടികുളങ്ങര സേവാഭാരതി പ്രസിഡന്റ് സുനിത വേണു ചാരിറ്റി ഫണ്ടും പുരസ്കാരവും ഏറ്റുവാങ്ങി. BJP സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ, പ്രൈവറ്റ് ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി പുതുക്കരി സുരേന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു. TM കൃഷ്ണൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. റോട്ടറി ഇന്റർനാഷണൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതാക്കൾക്ക് നൽകുന്ന അവാർഡുകൾ റോട്ടറി ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് നൽകി ആദരിച്ചു. മെയ് 3 വൈകുന്നേരം 7 മണിക്ക് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ NG നായർ അധ്യക്ഷനായി. റോട്ടറി 3211 ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി റൊട്ടേറിയൻ കൃഷ്ണൻ G നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. Fourth largest club ആണ്. It's one of the largest clubs in the district after Pala, Trivandrum South, Karnataka. Other than I think you're one of the leading clubs. That's what I wanted to tell the awardees, that who's who of Rotary from the entire area. The Alappuzha and the Sherthalayil വന്നുള്ള മഹാരഥന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ആലപ്പി നോർത്തിന്റെ ഉണ്ട്, ആലപ്പി ക്ലബിന്റെ പ്രസിഡന്റ് ഉണ്ട്. If I have left out anybody from any other clubs, please excuse me. ഈ ക്ലബിൽ പലരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. But what I am trying to say is, when you are being honored, it is not by just another Rotary club. It is by a club which has very good standing. So I think that is a really good recognition. Of course, നിങ്ങൾക്ക് എല്ലാം വേറെ കിട്ടി കാണും, വേറെ പലയിടത്ത് നിങ്ങളെ വിളിച്ചു കാണും. But this is something which is really something you can treasure. മനോരമ ന്യൂസിലെ അസിസ്റ്റന്റ് ചീഫ് എഡിറ്റർ അയ്യപ്പദാസ്, സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഇഗ്നീഷ്യസ്, മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുത്ത വിജയകുമാർ എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു. ആലപ്പുഴ ബാർ അസോസിയേഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റൊട്ടേറിയൻ അഡ്വക്കേറ്റ് മനു ഹർഷകുമാർ, നിയമപരീക്ഷയിൽ 1ാം റാങ്ക് നേടി ഇപ്പോൾ സിവിൽ ജഡ്ജി പരിശീലനം ചെയ്യുന്ന കുമാരി ഭാഗ്യലക്ഷ്മി, കർണാടക സംഗീതത്തിൽ ചേർത്തലയുടെ മുതൽക്കൂട്ടായി മാറുന്ന മാസ്റ്റർ ജേക്കബ് ജോൺ എന്നിവരെ പ്രസിഡന്റ് റൊട്ടേറിയൻ NG നായർ ആദരിച്ചു. മേജർ ഡോണർ പിൻ നൽകി റൊട്ടേറിയൻ കൃഷ്ണൻ G നായർ ആദരിച്ചു. റൊട്ടേറിയൻ ജോസഫ് കുര്യൻ സ്വാഗതവും സെക്രട്ടറി റൊട്ടേറിയൻ ഡോക്ടർ ലൂക്കോസ് നന്ദിയും പ്രകാശിപ്പിച്ചു. റൊട്ടേറിയൻ ഡോക്ടർ വേണു, അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ ശ്രീദേവൻ, റൊട്ടേറിയൻ തങ്കച്ചൻ കടവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മാസ്റ്റർ ജോൺ ജേക്കബ് അവതരിപ്പിച്ച സംഗീത നിശയും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംഗമം സംഘടിപ്പിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന പരിപാടി മുൻ മന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ച് നാടിന്റെ സാമ്പത്തിക സ്വാശ്രയത്തിനും നായകത്വം വഹിച്ച കുടുംബശ്രീ പ്രസ്ഥാനത്തിനും വ്യത്യസ്തങ്ങളായ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കും ആരംഭം മുതൽ ആശ്രിതത്വം നൽകി ചേർത്തുവരുന്ന ധനകാര്യ സ്ഥാപനമാണ് ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ സംഗമം സംഘടിപ്പിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ചേർന്ന സംഗമം മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ആ ചെയ്തൊരു സൂത്രത്തിനാ ഡൽഹി പോയേ കേന്ദ്രമന്ത്രിയോട് നമ്മൾ 12 കോടി രൂപ ചോദിച്ചു. ഇന്നത്തെ 12 കോടിയല്ല, അന്നത്തെ 12 കോടി. അദ്ദേഹത്തിന് നമ്മുടെ ജനകീയ ആസൂത്രണത്തെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇത്രയും ചെലവാക്കുമോ നിങ്ങൾ കൊണ്ടുപോയാൽ? ആരിരിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് മാരാരിക്കുളം പോവാ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും പണം ചെലവാകില്ലെന്ന്. അങ്ങനെ AK ആന്റണിയും അദ്ദേഹവും, പിന്നെ കേന്ദ്രമന്ത്രി വരുമ്പോ അദ്ദേഹം ആന്റണി പറയണ്ടേ, അദ്ദേഹം രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് സ്പെഷ്യൽ SDSYയുടെ പ്രൊജക്ട് നമുക്ക് സാങ്ഷൻ ചെയ്തു. വേറെ ചോദ്യമൊന്നും ഉണ്ടായില്ല. ഇത്രയും പേര് വരാന്ന് മാത്രമല്ല, കൃത്യം 2 മണിക്ക് വന്നിരുന്നു. 2:30 നട്ടുച്ചക്ക് എല്ലാവരുടെയെങ്കിലും കുപ്പി കടലാസ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വന്നത്. അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോ അമ്പരന്ന് അന്ന് തുടങ്ങിയതാ യാത്ര. ആട്ടെ. ബാങ്ക് പ്രസിഡന്റ് AK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു.
അരൂർ MLA ദലീമ ജോജോ ആദരിക്കൽ ചടങ്ങ് നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S. രഞ്ജിത്ത് കുടുംബശ്രീ അവലോകനവും റിപ്പോർട്ട് അവതരണവും നടത്തി. പ്രഭാമധു, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല, ചേർത്തല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സന്തോഷ് CS, ചേർത്തല സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഡിറ്റ് ഷീജ MB, ദീപ്തി അജയകുമാർ, CDS ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ്, ബോർഡംഗം മനോഹരി പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി ദീപ്തി ദിമിത്രവും നന്ദിയും, ബാങ്ക് വൈസ് പ്രസിഡന്റ് KG ഷാജി സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ദീർഘദൂര ബസ്സുകളെയും ചരക്കു വാഹനങ്ങളെയും നിരോധിക്കാത്തതിനാൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ദീർഘദൂര ബസ്സുകളെയും ചരക്കു വാഹനങ്ങളെയും കർശന ഗതാഗത നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരാത്തത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. അരൂർ ക്ഷേത്രം കവല, ചന്തിരൂർ, എരമല്ലൂർ, കോടംതുരുത്ത്, കുത്തിത്തോട് എന്നിവിടങ്ങളിലാണ് കോൺക്രീറ്റ് ഗഡറുകൾ സ്ഥാപിക്കുന്നത്. കാലവർഷത്തിന് മുൻപായി പരമാവധി ഇടങ്ങളിൽ ഗഡറുകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി അധികൃതർ. ഒരു ഗഡർ സ്ഥാപിക്കുന്നതിന് 20 മിനിറ്റോളം സമയം വേണ്ടിവരും. ഈ സമയങ്ങളിൽ 4 വരിപ്പാതയിൽ ഇരുവശങ്ങളിലുമായി ഗതാഗതം തടസ്സപ്പെടുന്നു. അരൂർ ബൈപ്പാസ് കവല മുതൽ തുറവൂർ ജംഗ്ഷൻ വരെയുള്ള 12.75 കിലോമീറ്റർ പാതയിൽ 4 റീച്ചുകളിലായാണ് കോൺക്രീറ്റ് ഗഡർ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നത്. ശനിയാഴ്ച മുതൽ അരൂർ ക്ഷേത്രം കവല മുതൽ ബൈപ്പാസ് കവല വരെ കോൺക്രീറ്റ് ഗഡറുകൾ സ്ഥാപിക്കുന്നതിനാൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ടൈം ന്യൂസ്, ചേർത്തല. കായംകുളം മുനിസിപ്പൽ 4-ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം മുനിസിപ്പൽ 4-ാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കുട്ടികൾക്കായി മഴവില്ലെന്ന പേരിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. വേനൽ അവധിക്കാലം കുട്ടികളുടെ വിവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത കർമ്മ പദ്ധതികളാണ് അസോസിയേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ലജ്നത്തുനു മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകൻ G. ശ്രീകുമാർ ഓലകെട്ടിയാണ് കുട്ടികൾക്ക് ചിത്രരചന പരിശീലനം നൽകിയത്. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നതിന് അവരിൽ അന്തർലീനമായ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഈ പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലന അധ്യാപകന്റെ 5 മിനിറ്റിലുള്ള കാരിക്കേച്ചർ കുട്ടികൾക്ക് വിസ്മയമായി മാറുകയും ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷനായ പരിശീലന പരിപാടി MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ത്വാഹ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ വരകൾ ഓരോന്നും തലവരകളായി തീരുകയും നാളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഴവിൽ എങ്ങനെയാണോ മനോഹരമായി തീരുന്നത് അതുപോലെ നമ്മുടെ നാടിൻ്റെയും വീടിൻ്റെയും മനോഹരമായ മഴവില്ലായി മാറണമെങ്കിൽ നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാരായ നസീബ് ഖാൻ വരിക്കപ്പള്ളി, നിസാർ ഇദ്രീസ്, സെക്രട്ടറിമാരായ റിയാസ് പുലരിയിൽ, ബാബു കിഴക്കയ്യത്ത്, സലാഷ് വലയത്ത്, ഹഫീസ് മുല്ലശ്ശേരി, ഫൈസൽ ഇഞ്ചക്കൽ, രക്ഷാധികാരി സലീം രാജ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മെയ് 4 ലോക ചിരിദിനം. ചിരിദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല പാട്ടോളങ്ങര വിഭജിക ചിരിയോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചിരിയോഗ സംഘടിപ്പിച്ചു. മെയ് 4 ലോക ചിരിദിനമായി ആചരിക്കുന്നു. പാട്ടോളങ്ങര വിഭജിക ചിരി ക്ലബിൻ്റെ 18ാം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ലോക ചിരിദിനം ആചരിച്ചു. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും മോചനം നേടി ജീവിതം ലഹരിയാക്കുവാൻ, സന്തോഷപ്രദമാക്കുവാൻ വിഭജിക ചിരി ക്ലബ്ബ് 18 വർഷങ്ങളായി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചിരിയോഗ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. ചിരിയും നൃത്തവും പാട്ടും ചേർന്നുള്ള ക്ലാസ് നമ്മുടെ മനസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്നു. ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുന്നു. മുംബൈക്കാരനായ ഡോക്ടർ മദൻ കതാരിയാണ് ചിരി ക്ലബ്ബ് ആരംഭിച്ചത്. ഇന്ന് 120 രാജ്യങ്ങളിൽ ചിരി ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. ചിരി വ്യായാമങ്ങളുമായി യോഗ ശ്വസന വിദ്യകൾ സംയോജിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലേക്കും തലച്ചോറിലേക്കും കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും കൂടുതൽ ഊർജ്ജസ്വലരും ആരോഗ്യവാന്മാരും ആക്കുകയും ചെയ്യുന്നു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുന്നു. നാം ചിരിക്കുമ്പോൾ നാം മാറുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു. ചിരിക്കുമ്പോൾ ശരീരം ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രോഗങ്ങൾ കുറയ്ക്കുന്നു, പ്രതിരോധശേഷി നൽകുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. 10 പേർ ഒത്തുകൂടിയാൽ ഒരു ചിരി ക്ലബ്ബ് ആരംഭിക്കാം. മുഖാമുഖം കണ്ട് ഹോ ഹോ ഹ ഹ ഹ എന്ന ശബ്ദത്തോടെ കൈകൾ കൊട്ടി ഉറക്കെ ചിരിച്ചുകൊണ്ട്
യോഗ ക്ലാസ് ആരംഭിക്കുന്നു. ചായച്ചിരി, സിംഹച്ചിരി, കോക്കിറിച്ചിരി, അലോഹച്ചിരി, മൊബൈൽ ഫോൺ ചിരി, കാലാവസ്ഥാ ചിരി, കുരവച്ചിരി, അർപ്പച്ചിരി, അങ്ങനെ പോകുന്നു വൈവിധ്യങ്ങളായ ചിരികൾ. നിങ്ങൾ മുൻകോപിയാണോ? ഒരാഴ്ച ചിരി യോഗ പരിശീലിക്കൂ. കോപം അകലെപ്പോകും. സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, അയൽക്കൂട്ടങ്ങൾ, മതസംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വിഭജികയുടെ ചിരിയോഗ ക്ലാസുകൾ നടക്കുന്നു. 124ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ചിരി ക്ലബ്ബുകൾ ഇന്ന് സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അമിട്ടുകൾ പൊട്ടിച്ച് ചിരിദിനം ആഘോഷിക്കുകയാണ്. കാട്ടുകുളങ്ങരയിൽ വിഭജിക ചിരി ക്ലബ്ബ് 18ാം വർഷത്തിലേക്ക് ഇവിടെ ദിവസവും ചിരി യോഗ ക്ലാസുകൾ വിഭജിക ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വിളവൂട്ടം ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും സൗജന്യമായിട്ട് ചെയ്യാവുന്ന ഒരു ക്ലാസ്സാണിത്. നാം ചിരിക്കുമ്പോൾ നാം മാറുന്നു. നാം മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറുന്നു. ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എൻഡോർഫിൻ എന്ന ഹോർമോൺ, ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മളുടെ രോഗങ്ങളെ മാറ്റുന്നു, ആയുസ്സിനെ കൂട്ടുന്നു, സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ലഹരി, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ചിരി. ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദിവസവും ചിരിക്കാൻ സമയം കണ്ടെത്തുക. ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചിരിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പാഴാണെന്ന്. കിട്ടുന്ന അവസരങ്ങളെല്ലാം ചിരിക്കാനായിട്ട് ഉപയോഗിക്കുക. ചിരിയോഗയിലൂടെ ശാന്തിയും സമാധാനവും ആരോഗ്യവും സന്തോഷവും കൈവരിച്ച ഭൂമിയെ ആനന്ദഗോളമാക്കാം. പാട്ടുകുളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഭജിക ചിരി ക്ലബ്ബ് വിഭജിക ഹാളിൽ ദിവസവും രാവിലെ 7 മണിക്ക് ചിരിയോഗ ക്ലാസുകൾ നടന്നു വരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല എം.എൽ.എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് വൻ വിജയമായി. ചേർത്തലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വീടും വീട്ടുപകരണങ്ങളും തകർന്നു. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ വിളംബര ജാഥ മെയ് 5 തിങ്കളാഴ്ച നടക്കും. അരൂർ വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാർ മെയ് 5 ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.